തൃശൂർ പൂരം കലക്കലിൽ അന്നത്തെ ജില്ലാ കളക്ടറെ ഒന്നാം പ്രതിയാക്കണമെന്ന് സിപിഐ നേതാവ് വി.എസ്. സുനിൽകുമാർ. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കുന്നതിൽ യോജിപ്പില്ലെന്നും വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. പൂരം കലങ്ങിയത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമെന്ന് തിരുവമ്പാടി ദേവസ്വം കുറ്റപ്പെടുത്തി. പൂരം കലക്കലിലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി. തൃശൂർ പൂരം കലക്കലിൽ പോലീസ് ഗൂഢാലോചന തള്ളിയും തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കിയുമുള്ള അന്വേഷണ റിപ്പോർട്ട് തള്ളുകയാണ് സിപിഐയും കോൺഗ്രസും. ഗൂഢാലോചന ആരോപണം ആവർത്തിച്ചും അന്നത്തെ ജില്ലാ കളക്ടറെയാണ് പ്രതിയാക്കേണ്ടതെന്നും സിപിഐ നേതാവ് വി.എസ്. സുനിൽകുമാർ. ഒരു ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ ആ ദേവസ്വത്തിനകത്തുള്ള ചില വ്യക്തികൾ അതിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കളക്ടറാണ് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിൽ പ്രധാനപ്പെട്ട പങ്കാളിയാണ് എങ്കിൽ അത് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ട ആള് അന്നത്തെ ജില്ലാ കളക്ടറാണ്. അതേസമയം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സിപിഐഎം ബി.ജെ.പി. ഒത്തുകളിയുടെ ഭാഗമെന്ന് കോൺഗ്രസ്. പൂരത്തെ വിവാദമാക്കി നേട്ടം കൊയ്യാൻ ബി.ജെ.പിക്ക് CPM അവസരമുണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി.ജെ.പിയുമായി ഉണ്ടാക്കുന്ന ചങ്ങാത്തത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി ദേവസ്വം രംഗത്തെത്തി. പോലീസിന്റെ ആ തെറ്റായ ഒരു പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന് കരിവാരി തേക്കുന്ന തരത്തിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പോലീസിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്നതാണ് DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലെ പ്രത്യേക സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തതെന്നും പൂരം കലക്കാനുള്ള ഗൂഢാലോചനയിൽ പോലീസിന് യാതൊരു പങ്കുമില്ലെന്നുമാണ് റിപ്പോർട്ട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.